ഹായ് ഫ്രണ്ട്സ്, കുറച്ച് അടുക്കള രഹസ്യങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടമ്മമാർക്ക് ഇനി എത്ര തന്നെ രഹസ്യങ്ങൾ അറിഞ്ഞാലും അതൊന്നും വെറുതെ വിടില്ല അല്ലേ, എല്ലാം ട്രൈ ചെയ്ത് നോക്കാറില്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് നോക്കും അല്ലേ. അതുപോലെ ഇതാ കുറച്ച് രഹസ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്ഫുള്ളാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കിച്ചൺ ക്രോക്കറി ഐറ്റംസ് കീപ്പ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത്. ഫസ്റ്റിൽ തന്നെ ഇതാ പച്ചമുളക് നമുക്ക് കൂടുതൽ നാൾ കേടുകൂടാതെ എങ്ങനെ വെക്കണമെന്ന് പറയാം. ഞാൻ സാധാരണയായിട്ട് വെക്കാറുള്ളത് ഇതെങ്ങനെയാണ്, അതിൻ്റെ ഞെട്ടൊന്നും കളയാതെ ഇങ്ങനെ വെക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളം കയറിയ പോലെ ആയിട്ട് ചീഞ്ഞു പോവാറുണ്ട്. ആ ഒരു ബോക്സിൻ്റെ നനവില്ലേ, അത് അങ്ങനെ തന്നെ കെട്ടി നിന്നിട്ട് പച്ചമുളക് എല്ലാം തന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയാറില്ല. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ബോക്സിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് പച്ചമുളക് ഞെട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഒരു പച്ചമുളകും വേസ്റ്റായി പോയില്ല, എല്ലാം തന്നെ നമുക്ക് നല്ല പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെക്കാം. പിന്നെ ഉള്ളത് ചെറുനാരങ്ങ അല്ലേ, എത്ര തന്നെ ആവശ്യമുള്ള സാധനമാണ്, അത്രയും ഉപകാരപ്പെടുന്നൊരു സാധനമല്ലേ. പക്ഷേ അത് നമുക്ക് ഫ്രിഡ്ജിൽ വാങ്ങി വെക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ നോക്കുമ്പോഴേക്ക് അത് വാടി അല്ലെങ്കിൽ ചീഞ്ഞ് പോയി എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ഇതാ ഓരോ നാരങ്ങ എടുത്ത് ഇങ്ങനെ ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു കവറിൽ വെച്ച് തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ അതിൻ്റെ നീരൊന്നും വലിഞ്ഞു പോകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനിതാ പച്ചമാങ്ങയുടെ സീസണൊക്കെ കഴിയാറായില്ലേ. പച്ചമാങ്ങ കറികളിലിടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ബോക്സിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉപയോഗിക്കുന്നതിൻ്റെ കറിയിലിടുന്നതിൻ്റെ കുറച്ച് ടൈം മുമ്പേ അതൊന്ന് വെള്ളത്തിലെടുത്തിട്ട് വെച്ചാൽ മതി. അതായത് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും അതുപോലെ തന്നെ കണ്ടെയ്നറിൽ എടുത്ത് വെച്ചു ടിഷ്യൂ വെച്ചിട്ട്. അതും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും, വാടിപ്പോവും, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. ഒട്ടുമിക്ക പച്ചക്കറികളും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ വെണ്ടക്കയും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്കയൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാറില്ലേ, അത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മോശമായിട്ട് പോവും. ഇനി ഈ ഒരു മല്ലിയിലയിലെ കുറേ നാളായിട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ നോർമലായിട്ട് മല്ലിയില വെക്കാറുള്ളത് വേര് കളയാതെ വെക്കുക, പിന്നെ ന്യൂസ് പേപ്പറിൽ വെക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറേ നാൾ നിൽക്കും. പിന്നെ വേറെ മല്ലിയില സൂക്ഷിക്കാനായിട്ട് വേറെ ഉള്ളത്, അതിൻ്റെ വേരൊക്കെ കളഞ്ഞതിന് ശേഷം മല്ലിയില ടിഷ്യൂ പേപ്പറിൽ ഈ ഒരു രീതിയിൽ കുറച്ച് ടൈറ്റിൽ പൊതിഞ്ഞെടുക്കാതെ കുറച്ച് ലൂസായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുക. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളും ഫ്രഷായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെടുക്കുമ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണിത്. ഇനി പല ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്കുണ്ടേ, ഉള്ളി തൊലി കളയുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്കുള്ള ടിപ്പാണ്. കുറച്ചധികം ഉള്ളി തന്നെ നമ്മൾ ബോക്സിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഉള്ളി അരിയാൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. വേറൊരു ടിപ്പ്, ഉള്ളി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടിംഗ് ബോർഡിൻ്റെ അടുത്തായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് വെച്ചാലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. പിന്നെ ക്യാപ്സിക്കം എപ്പോഴും ഫ്രഷ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ വെച്ച് പൊതിഞ്ഞിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ ചെറിയ ഉള്ളി എല്ലാത്തിലും ഞാനും യൂസ് ചെയ്യാറുണ്ട്. ചിക്കൻ റോസ്റ്റ്, അതുപോലെ ചെമ്മീൻ റോസ്റ്റ്, ബീഫിൽ വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഫ്രീ ടൈമിൽ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു വെക്കും. മീനിൽ കറിയൊക്കെ റെഡിയായിട്ട് ഫൈനലായിട്ട് കറി താളിക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് എടുക്കാറ്. ആ ഒരു കറി റെഡിയായ ഒരു ടൈമിൽ ചെറിയ ഉള്ളി തൊലിക്കാനൊക്കെ മടിയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് കുറേ അധികം തന്നെ ഉള്ളി ഞാൻ ഒരു കണ്ടെയ്നറിൽ തൊലി കളഞ്ഞ് വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉഴുന്ന് പരിപ്പ്, കടല, ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബോട്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മോശമായിട്ടുണ്ട്. ഞാൻ നോർമലായിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത്. പക്ഷേ ഇത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മോശമായിട്ടുണ്ട്. പിന്നെ കടല, വെളുത്ത കടല, അത് എല്ലാം തന്നെ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ
പാറ്റകളൊക്കെ വരുമല്ലേ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക്കിലോ ആക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, ഫ്രിഡ്ജിൽ വെക്കാത്തവർ ആര്യവേപ്പിൻ്റെ ഇല 2-3 ഇതളെടുത്തിട്ട് അതിൽ ആ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചാലും മതി. ഇനി ഇതാ കറിവേപ്പിലയും ടിഷ്യൂ പേപ്പറിൽ ടിഷ്യൂ പേപ്പർ വെച്ച ബോക്സിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് മഴക്കാലത്ത് ഉള്ളൊരു ട്രിക്കാണിത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അധികം കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചൂടായിട്ട് നല്ല ഇങ്ങനെ പൊടിയുന്ന തരത്തിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈവച്ച് തന്നെ തൊലി കളയാനായിട്ട് പറ്റും. നല്ല വെയിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ തൊലി കളയാനായിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊന്ന് മിക്സാക്കി മുഴുവനായിട്ടും മിക്സാക്കി കൊടുത്ത് വെയിലത്ത് വെച്ചാൽ മതി ഒരു 10 മിനിറ്റ്. എന്നിട്ട് കൈവച്ച് ഒന്ന് അരച്ചു കൊടുത്താൽ തന്നെ തൊലി കളഞ്ഞ് കിട്ടും. പിന്നെ ഇതാ വറ്റൽമുളകൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ബൾക്കായിട്ട് പൊടിക്കൂലേ മുളകൊക്കെ, പൊടിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ തീരൂല, പെട്ടെന്നൊന്നും അങ്ങനെ തീർന്നു പോകില്ല. അതുപോലെ തന്നെ വറ്റൽമുളകും മല്ലി, ഫുള്ളായിട്ടുള്ള മല്ലിയില്ലേ, അതും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. സാമ്പാറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ എടുക്കാം. അത് സാമ്പാർ വെക്കുമ്പോൾ ഇല്ലയെന്ന് പറയുമ്പം വല്ല ടെൻഷനായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി ഇങ്ങനെ ഒരു ബോക്സിൽ. ഇനി നമ്മുടെ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്തായാലും ഇങ്ങനെയുള്ള തവിയും ചട്ടുകൊക്കെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അത് പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. മഴക്കാലത്ത് പ്രത്യേകിച്ച് പൂപ്പൽ കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ കറികളുടെ കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവാനായിട്ട് ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കുക. വലിയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക. എനിക്ക് വലിയ പാത്രം ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡും അതിൻ്റെ പിടിയുള്ള ഭാഗവും കോരുന്ന ഭാഗവും ഞാൻ മാറി മാറി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇത് ഏകദേശം മുങ്ങുന്ന വിധത്തിൽ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് ടൈം ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് ഉരച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായി കിട്ടും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ചായയുടെ അരിപ്പയില്ലേ, അതിൽ കറ കെട്ടിയത് ക്ലീനാക്കാനായിട്ടാണ് ഈ ഒരു ടിപ്പ്. വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരിപ്പ അതിൽ മുക്കി വെക്കുക. വെള്ളമൊക്കെ തണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ പീസ് എടുത്തതിന് ശേഷം മുഴുവനായിട്ടൊന്ന് ഉരച്ചെടുക്കുക. എൻ്റേത് നല്ല പോലെ തന്നെ കറ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് എനിക്ക് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ നല്ല പോലെ അടിപൊളിയായിട്ട് തന്നെ ഇത് ക്ലീനാക്കാനായിട്ട് പറ്റും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറയുള്ള ബർണർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കുന്നത് 2 ബർണറാണ്. ഒന്ന് ഓൾറെഡി ഞാൻ ഗ്യാസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്തെടുത്തിട്ടില്ല. ബാക്കിയുള്ള 2 ഇതാ വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച് ബർണറിട്ട് അതിൻ്റെ മേലെയായിട്ട് ബേക്കിംഗ് സോഡ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടതൊന്ന് നല്ല പോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ നല്ല വെട്ടി തിളങ്ങുന്നത് കാണാം. എന്നാൽ നമ്മുടെ കത്രികയും കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു മീൻ മുറിക്കുന്ന കത്രികയില്ലേ, അതുപോലെ കത്തിയൊക്കെ മൂർച്ചയൊന്ന് കുറവായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ തന്നെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നതില്ലേ, അതുകൊണ്ട് ഒന്ന് മൂർച്ചയാക്കി നോക്കുക. അടിപൊളിയായിട്ട് സക്സസ് ആകുന്ന ഒരു ടിപ്പ് തന്നെയാണിത്. ഇനി മിക്സിയുടെ ജാറ് ഒന്ന് മൂർച്ചയൊന്നും ഇല്ല എന്ന് തോന്നിയിട്ട് നമുക്കിപ്പോൾ ഷോപ്പിൽ ശരിയാക്കാനൊന്നും കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ കുറച്ച് ഫോയിലെടുത്ത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നോക്കുക. മിക്സി ഓണാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്ത് നോക്കുക. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മീനൊന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് അതിൻ്റെ ഫ്രഷ് സ്മെല്ലും ടേസ്റ്റും ഒന്നും കുറയാതിരിക്കാൻ ഏത് മീനും ചെയ്യാം. എൻ്റെ കയ്യിൽ ചെമ്മീൻ ഉള്ളതുകൊണ്ട് ഞാൻ ചെമ്മീൻ ചെയ്തെന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് മീൻ ക്ലീൻ ആക്കിയതിന് ശേഷം അതിൽ വെള്ളം നിറച്ച് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതാ മീനിൽ ഉപ്പും മുളകും ഒന്ന് മിക്സ് ആക്കിയിട്ട് അതും മൂടിയൊക്കെ അടച്ചു വെച്ച് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്യേണ്ട മീനായാലും കറി വെക്കേണ്ട മീനായാലും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതാ ചായയും പാലൊക്കെ തിളച്ച് മറിയുന്ന ആൾക്കാർക്കുള്ള ടിപ്പാണ്. എനിക്കിതാ എപ്പോഴും പറ്റുന്ന തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ഇങ്ങനെ ഒരു ഫോയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തിളച്ച് മറിയുമ്പോൾ നമ്മളെ ഗ്യാസ് സ്റ്റൗവിന് ഒന്നും ആവില്ല.
കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഫോയിൽ അങ്ങനെ എടുത്ത് കളഞ്ഞ് അടുത്തത് വെച്ചാലും മതി. അങ്ങനെ ഇതാ ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഈ ഒരു ടിപ്സ് വീഡിയോ കണ്ട ആൾക്കൊക്കെ ഹെൽപ്പായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.